ഇറാനും അമേരിക്കയും ഇപ്പോൾ ചർച്ച നടക്കുന്നതിനിടയിൽ അമേരിക്കയെയും ഇസ്രയേലിനെയും ഭീതിയിലാഴ്ത്തിക്കൊണ്ടാണ് ഇറാന്റെ ഖൊറം ഷെഹർ 4 എന്നറിയപ്പെടുന്ന ഒരു മിസൈൽ പരീക്ഷണം നടത്തിയിരിക്കുന്നത്. ഈ മിസൈലിനെ കുറിച്ചുള്ള വിവരങ്ങൾ അറിഞ്ഞാൽ ഭയക്കാത്ത ആരും ഉണ്ടാവുകയില്ല. മിഡിൽ ഈസ്റ്റിലെ അല്ലെങ്കിൽ ലോകത്തിലെ വലിയ ഒരു മിസൈൽ ശക്തിയാണ് ഇറാൻ എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ അത് എങ്ങനെയാണ്, അവരുടെ മിസൈലുകളുടെ ടെക്നോളജി എന്തെല്ലാമാണ്, ഇതെല്ലാം മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് കൃത്യമായി ഇസ്രയേലും അമേരിക്കയും എന്തുകൊണ്ട് ഭയക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഈ മിസൈൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന കാര്യം ഞാൻ പറയുകയാണ്. അതിനു മുമ്പ് ഈ മിസൈലുകൾ യഥാർത്ഥത്തിൽ അമേരിക്കയുടെയും അതുപോലെ ഇസ്രയേലിന്റെയും പ്രതിരോധ സംവിധാനങ്ങളെ നോക്കുകുത്തിയാക്കുമെന്നതിൽ സംശയമില്ല. മാത്രമല്ല അതിശക്തമായ പ്രഹരശേഷിയുമുണ്ട്. ഇത്തരത്തിലുള്ള ഒരു 4 മിസൈലുകൾ വന്നാൽ ഒരു നഗരം തകർക്കാൻ, ഒരു പട്ടണം തകർക്കാൻ അത് മാത്രമേ ആവശ്യമുള്ളൂ. എന്നാൽ എന്തെല്ലാമാണ് ഈ മിസൈലിന്റെ പ്രത്യേകതകൾ എന്ന് നമുക്ക് നോക്കാം. കഴിഞ്ഞ ദിവസമാണ് ഇറാൻ ഇങ്ങനെയുള്ള ഒരു മിസൈൽ, ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണം നടത്തുന്നത്. ഇറാന്റെ പുതിയ ഖൊറം ഷെഹർ 4 ബാലിസ്റ്റിക് മിസൈലാണ്. ഇത് 4ാം തലമുറയിലെ അത്യാധുനിക ആയുധമാണ്. ഇതിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തെല്ലാമാണ്? ദൂരപരിധി 2000 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഇസ്രയേലിന്റെ എല്ലാ ഭാഗങ്ങളെയും ഇതിന് ആക്രമിക്കാൻ സാധിക്കും. വാർഹെഡ് 1500 കിലോഗ്രാം ആണ്. ഒരു സാധാരണ യുദ്ധവിമാനങ്ങളിൽ നിന്ന് ഇത്രയും ഭാരം കൂടിയ മിസൈലുകൾ വിക്ഷേപിക്കാൻ പ്രയാസമാണ്. വലിയ സ്ട്രാറ്റജിക് ബോംബറുകൾ വേണ്ടിവരും. അതുകൊണ്ടാണ് എത്രയും വലിയ വാർഹെഡുകൾ, ബാലിസ്റ്റിക് മിസൈലുകൾ ചുമക്കുന്നത് കൊണ്ടാണ് ബാലിസ്റ്റിക് മിസൈൽ എന്ന് പറയുന്നത് വലിയൊരു അപകടകാരിയാവുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 1500 കിലോഗ്രാം ഭാരമുള്ള ഒരു വാർഹെഡ് പൊട്ടിത്തെറിച്ചാൽ ഒരു വൈഡ് ഏരിയയിൽ അതിനെ നശിപ്പിക്കാൻ സാധിക്കും. വലിയ പ്രഹരശേഷി അതിനുണ്ടാകും. ഒരു ഭാഗത്ത് അത് ഇടിച്ചാൽ തന്നെ അതിന്റെ ഇടിയുടെ ആഘാതം കൊണ്ട് 100 കണക്കിന് മീറ്ററുകൾക്ക് അപ്പുറത്ത് പോലും ബിൽഡിങ്ങുകൾ തകരുകയും വിള്ളുകയും പൊട്ടുകയും ഒക്കെ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഈ മിസൈലിന്റെ കൃത്യത 30 മീറ്ററാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ലക്ഷ്യത്തിലേക്ക് മിസൈൽ അയക്കുകയാണ്. എന്നാൽ അതിന് തെറ്റാനുള്ള സാധ്യത മാക്സിമം 30 മീറ്റർ മാത്രമാണ്. അതിന്റെ ചുറ്റളവിൽ അത് പതിച്ചിരിക്കും. എന്നാൽ ഇത്രയും വലിയൊരു മിസൈൽ ഒരു 30 മീറ്റർ മാറി അത് നിലത്തിടിച്ചു എന്നത് വലിയൊരു പ്രശ്നമൊന്നുമല്ല. കാരണം അത് ഉദ്ദേശിച്ച ഭാഗങ്ങളൊക്കെ നശിപ്പിക്കാൻ ഈ 30 മീറ്ററിനടുത്ത് പൊട്ടിത്തെറിച്ചാൽ തന്നെ സാധ്യമാകും. ഇതിന്റെ നീളം വരുന്നത് 13 മീറ്ററാണ്. മിസൈലിന്റെ നീളം 13 മീറ്ററാണ്. അതിന്റെ വ്യാസം 1.5 മീറ്ററാണ്. എന്ന് പറഞ്ഞാൽ 1.5 മീറ്റർ വ്യാസമുള്ള ഒരു മിസൈൽ കൂടെയാണത്. ഈ മിസൈലിന്റെ ടോട്ടൽ ഭാരം, അതിന്റെ പൊട്ടിത്തെറിക്കുന്ന ഭാഗം വാർഹെഡ് ആണ് നേരത്തെ നമ്മൾ പറഞ്ഞത്. അതേസമയം ഈ മിസൈലിന്റെ മൊത്തം ഭാരം എന്ന് പറയുന്നത് 30 ടണ്ണാണ്. ഇനി മറ്റു സാങ്കേതിക കഴിവുകൾ എന്തൊക്കെയാണ് എന്നതാണ് നമ്മൾ ഇപ്പോൾ നോക്കുന്നത്. ഇതിന് ശക്തമായ വേഗതയുണ്ട്. അതായത് ഔട്ടർ സ്പേസിലേക്ക് ഇത് എത്തിക്കഴിഞ്ഞാൽ 16 മാക്ക് എന്ന് പറഞ്ഞാൽ ശബ്ദവേഗതയുടെ മുകളിൽ എന്നാണ്. 16 മാക്ക് എന്ന് പറയുമ്പോൾ ശബ്ദവേഗതയുടെ 16 ഇരട്ടി സ്പീഡ് അതിന് പുറത്ത് എന്ന് പറഞ്ഞാൽ ഔട്ടർ സ്പേസിൽ, നമ്മുടെ സ്പേസിൽ നിന്ന് പുറത്തു പോയാൽ, സ്പേസിലാകുമ്പോൾ അത്ര തന്നെ സ്പീഡ് ലഭിക്കുകയില്ല. കാരണം ഇവിടെ വായുവിന്റെ റെസിസ്റ്റൻസ് ഉണ്ടാകും. അതുകൊണ്ട് ഔട്ടർ സ്പേസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിന്റെ സ്പീഡ് കൂടും. 16 മാക്ക് സ്പീഡാണ്. അതേ സമയത്ത് സ്പേസിലാകുമ്പോൾ അതിന് 8 മാക്ക് സ്പീഡാണ്. എന്നാൽ തന്നെ അതിഗുരുതരമായ സ്പീഡുണ്ട്. അമേരിക്കയുടെ പാട്രിയറ്റ് പോലുള്ള പ്രതിരോധ സംവിധാനങ്ങൾക്ക് 2.5 അല്ലെങ്കിൽ 3 മാക്ക് സ്പീഡാണുള്ളത്. എന്നാൽ ഇതിന് 8 മാക്ക് സ്പീഡിൽ ഇതിന് സ്പേസിലൂടെ സഞ്ചരിക്കാൻ സാധിക്കും. ഇനിയാണ് ഇതിന്റെ ഏറ്റവും അത്ഭുതകരമായ കാര്യം പറയുന്നത്. പ്രതിരോധം മറികടക്കാൻ മാർവ് ടെക്നോളജി ഇതിൽ ഉണ്ട് എന്നതാണ്. ഞാൻ ഈ 2 കാര്യം കൂടെ പറഞ്ഞതിന് ശേഷം നിങ്ങൾക്കൊരു വീഡിയോ കാണിച്ചു തന്നെ എന്താണ് മാർവ് ടെക്നോളജി എന്ന് ഞാൻ പറയാം. തൊട്ടടുത്ത കാര്യം പറയുന്നത് കുറഞ്ഞ റഡാർ ദൃശ്യത എന്നാണ്. റഡാറുകൾക്ക് കണ്ടെത്താൻ അതിനെ പെട്ടെന്ന് സാധിക്കുകയില്ല. കാരണം ഒരു സ്റ്റെൽത്ത് വിമാനത്തിന് പോലുള്ള സംവിധാനങ്ങൾ അതിൽ ഉൾക്കൊള്ളിച്ചതുകൊണ്ട് തന്നെ റഡാറുകൾക്ക് പെട്ടെന്ന് കണ്ടെത്താൻ സാധിക്കില്ല. കണ്ടെത്താൻ പറ്റില്ല എന്നല്ല, റഡാറുകൾക്ക് കാണാൻ കഴിയും, പക്ഷെ പെട്ടെന്ന് കാണാൻ കഴിയില്ല. മറ്റൊന്ന് ഇലക്ട്രോണിക് യുദ്ധത്തെ അതിജീവിക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ അതിൽ നൽകിയിട്ടുള്ള ഗൈഡഡ് സംവിധാനങ്ങളുണ്ട്. അതിന്റെ ലക്ഷ്യത്തിലേക്ക് പതിക്കാൻ സാധാരണ ഞാൻ ഉദാഹരണത്തിന് പറഞ്ഞാൽ GPS എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. ആ GPS-നെ ജാം ചെയ്ത് തടസ്സപ്പെടുത്തിയാൽ മിസൈലുകൾക്ക് ലക്ഷ്യം കാണാൻ കഴിയില്ല. പക്ഷെ അങ്ങനെയുള്ള ഇലക്ട്രോണിക് യുദ്ധത്തെ അതിജീവിക്കാൻ ഈ മിസൈലിൽ സംവിധാനമുണ്ട് എന്നതാണ്. ഇനി ഞാൻ പ്രതിരോധത്തെ മറികടക്കാൻ, ഉദാഹരണത്തിന് അമേരിക്കയുടെ പാട്രിയറ്റ് അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ആരോ സംവിധാനങ്ങൾ, അതുപോലെ ഡേവിഡ് സ്ലിംഗ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള, അതുപോലെ അമേരിക്കയുടെ താഡ് തുടങ്ങിയിട്ടുള്ള പ്രതിരോധ സംവിധാനങ്ങൾ മിസൈലുകളെ മറികടക്കുന്നത് എങ്ങനെ എന്നതാണ്
ഇറാന്റെ ഈ ഒരു സംവിധാനത്തിൽ എന്ന് നമുക്ക് പരിശോധിക്കാം. ഈ വീഡിയോയിൽ ഇതാണ് നമ്മൾ പറഞ്ഞ ഖൊറം ഷെഹർ 4 എന്നറിയപ്പെടുന്ന മിസൈൽ. ഈ മിസൈൽ എങ്ങനെയാണ് പ്രതിരോധത്തെ മറികടക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഈ മിസൈലിന്റെ കഴിഞ്ഞ ദിവസം നടന്ന പരീക്ഷണമാണിത്. മാത്രമല്ല ഇതൊരു മൊബൈൽ ലോഞ്ചറിലാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിന്റെ വാർഹെഡ് ആണ് ഈ കാണുന്നത്. മിസൈൽ എന്ന് പറയുന്ന ഒരു കാരിയർ ആണ്. ഈ വാർഹെഡിനെ വഹിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാഹനമാണ് സാധാരണ റോക്കറ്റ് മിസൈൽ. ആ മിസൈൽ അതിന്റെ ഔട്ടർ സ്പേസിൽ എത്തിക്കഴിഞ്ഞാൽ ഇതിനെ ഔട്ടർ സ്പേസിലേക്ക് ഈ വാർഹെഡിനെ എത്തിച്ചതിന് ശേഷം ആ മിസൈൽ എല്ലാം നശിച്ചു പോകും. പിന്നീട് അവിടുന്ന് ഇന്ധനം കൊണ്ടല്ല അത് ചലിക്കുന്നത്, മുകളിൽ നിന്ന് താഴോട്ട് വരുന്നത് ഭൂമിയുടെ ഗുരുത്വാകർഷണം ഗ്രാവിറ്റി മുഖേനയാണ് താഴോട്ട് വീഴുന്നത്. പക്ഷെ അങ്ങനെ വീഴുന്ന സമയത്ത് അതിന് ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന പ്രധാനപ്പെട്ട ചില ഘടകങ്ങളുണ്ട്. മാത്രമല്ല പ്രതിരോധ മിസൈൽ വരുന്ന സമയത്ത് അതിൽ നിന്ന് വഴിമാറാനുള്ള സംവിധാനമാണ് ഈ പറയുന്ന മാർവ് ടെക്നോളജി. അത് എങ്ങനെയാണ് ഇതിൽ അപ്ലൈ ചെയ്തിരിക്കുന്നത് എന്ന് ഞാൻ പറയാം. അതിനു മുമ്പ് നമ്മൾ സാധാരണ ഒരു കല്ലെടുത്ത് മുകളിലേക്ക് എറിഞ്ഞാൽ ആ കല്ല് നമ്മുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ അതിനെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുകയില്ല. അതൊരു നിശ്ചിതമായ ലക്ഷ്യത്തിലേക്കായിരിക്കും എത്തുക. അത് നമ്മുടെ കയ്യിൽ നിന്ന് പോയ ശേഷം നമ്മൾ അതിനെ കണക്ക് കൂട്ടി കഴിഞ്ഞാൽ ഏത് ലൈനിലൂടെയാണ് ഇത് സഞ്ചരിക്കുന്നതും എന്നും എവിടെയാണ് ഇത് പതിക്കുക എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതേ സമയത്ത് ഈ കൈവിട്ട കല്ല് അത് താഴോട്ട് പതിക്കുന്ന ഘട്ടത്തിലും അതിന്റെ ദിശ മാറ്റാനും അതിനെ നിയന്ത്രിക്കാനും നമുക്ക് കഴിയുകയാണെങ്കിൽ പിന്നെ എങ്ങനെ അതിനെ തകർക്കാൻ സാധിക്കും? അത്തരത്തിലുള്ള ഒരു സംവിധാനമാണ് മാർവ് എന്നറിയപ്പെടുന്നത്. ഈ മാർവ് ടെക്നോളജി ഉപയോഗിക്കുന്നത് 2 രീതിയിലാണ്. ചില മിസൈലുകളുടെ വാർഹെഡുകളിൽ ചെറിയ ചിറകുകൾ കാണാൻ സാധിക്കും. ആ ചിറകുകളെ ചലിപ്പിച്ചുകൊണ്ട് അതിന്റെ ദിശ മാറ്റാൻ സാധിക്കും. എന്നാൽ ഇവിടെ ഇറാൻ ഉപയോഗിച്ചത് അങ്ങനെയുള്ള ഒരു സംവിധാനമല്ല. ഇവിടെ നമുക്ക് ചെറിയ ത്രെഡ് സംവിധാനങ്ങൾ സജ്ജീകരിച്ചത് കാണാൻ സാധിക്കും. ഒരു ഊതി വീർപ്പിച്ച ബലൂൺ നിങ്ങൾ ഉദാഹരണമായി എടുക്കുക. അതിനൊരു ചെറിയൊരു ദ്വാരം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ദ്വാരത്തിലൂടെ വായു പുറത്തേക്ക് വരുമ്പോൾ ബലൂൺ അതിന്റെ ഓപ്പോസിറ്റിലേക്ക് സഞ്ചരിക്കുന്നത് കാണാൻ സാധിക്കും. ന്യൂട്ടന്റെ ഒരു ചലന നിയമമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അതുപോലെ ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ചെറിയ ത്രെഡുകൾ നിങ്ങൾക്ക് കാണാം. 4 ത്രെഡുകൾ ഇവിടെ നേർദിശയിൽ നേരെ പിന്നിലോട്ടും അതുപോലെ തന്നെ ഇവിടെ ഓരോ ഭാഗങ്ങളിലേക്കായിട്ടുള്ള ത്രെഡുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരുപക്ഷെ ഈ ത്രെഡുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കാൻ കഴിയാനുള്ള സാധ്യതയും ഉണ്ട്. അത് എങ്ങനെയാണ് എന്ന് കൃത്യമല്ല. എന്തായിരുന്നാലും ഈ ത്രെഡുകളിൽ നിന്ന് നേരത്തെ ഞാൻ ബലൂണിൽ നിന്ന് പുറത്തേക്ക് വായു വരുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റിലേക്ക് ചലിക്കും എന്ന് പറഞ്ഞ പോലെ ഈ ത്രെഡിൽ നിന്ന് ഇങ്ങോട്ടാണ് പുറത്തേക്കാണ് അതിന്റെ മർദ്ദം വരുന്നതെങ്കിൽ അതിന് തള്ളു വരുന്നതെങ്കിൽ ഈ മിസൈലിന്റെ പിൻഭാഗം ഓപ്പോസിറ്റിലേക്ക് ചലിക്കും. അപ്പോൾ അതിന്റെ ദിശ മാറും എന്ന രൂപത്തിൽ ഇതിനെ കറക്കുവാനും തിരിക്കുവാനും ഇതിന്റെ ഓരോ ദിശകളിലേക്ക് അതിന് അതാത് സമയങ്ങളിൽ വളരെ പെട്ടെന്ന് മാറ്റാൻ സാധിക്കും. ഇതാണ് ഇറാന്റെ മിസൈലിനെ അമേരിക്കയും അതുപോലെ ഇസ്രയേലും ഭയക്കുന്നത്. ഇസ്രയേലിന് ഇത്തരത്തിലുള്ള ഒരു 10-15 മിസൈലുകൾ ഉപയോഗിച്ചാൽ ടെല്ലവീവ് പൂർണ്ണമായും നശിക്കാൻ അത് കാരണമാകും. അത്രയും വലിയ സ്ഫോടനമായിരിക്കും ഈ മിസൈൽ മുഖേന ഉണ്ടാവുക. ഈ ഒരു മിസൈലാണ് ഇപ്പോൾ ചർച്ചയ്ക്കിടെ ഇറാൻ പരീക്ഷിച്ചിരിക്കുന്നത്. അതാണ് ഇവിടെ മാർവ് ടെക്നോളജി. പ്രതിരോധം മറികടക്കാൻ മാർവ് സംവിധാനങ്ങളുണ്ട്. സാധാരണ ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചു കഴിഞ്ഞാൽ പിന്നെ നിയന്ത്രിക്കാൻ കഴിയില്ലെങ്കിൽ ഇറാന്റെ മിസൈലുകൾ സ്വന്തമായി കൊണ്ട് തന്നെ അതിന് പ്രതിരോധ സംവിധാനങ്ങളെ എല്ലാം മറികടക്കാൻ അതിനെല്ലാം കണ്ണുവെട്ടിച്ചുകൊണ്ട് അതിന്റെ ലക്ഷ്യത്തിലേക്ക് അടുക്കാൻ സാധിക്കും. അതിശക്തമായ പ്രഹരശേഷിയുമുണ്ട്. ഈ രൂപത്തിൽ ഇറാൻ മിസൈലുകൾ വികസിപ്പിക്കാൻ തുടങ്ങിയാൽ സ്വാഭാവികമായും നിങ്ങൾ പറയൂ, ഇസ്രായേലിനെ അത് ഭീഷണിയായിരിക്കില്ലേ? അതാണ് ഇപ്പോൾ ആണവായുധത്തെക്കാൾ ഇസ്രായേലിനെ വലിയ ഭീഷണിയാകുന്നത് ഇറാന്റെ മിസൈൽ സംവിധാനങ്ങളാണ്. അത് അവരുടെ ടെക്നോളജിയാണ്, അവരുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യയിലുള്ള അവരുടെ മികവാണ്. അതിനെ മറികടക്കാനുള്ള പുതിയ സംവിധാനങ്ങൾ കണ്ടെത്തുന്നതിന് പകരം നിങ്ങൾ അതൊന്നും ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറയുന്ന കുട്ടികളുടെ വികൃതിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലും ഇറാന്റെ മുന്നിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്.